വെൽക്കം ടു എഞ്ചിനീയറിംഗ് BSc. ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ ഐസക് സാബു നമ്മോടൊപ്പം ഉണ്ട്. ഐസക്കിൻ്റെ ഈ 1ാം റാങ്ക് എങ്ങനെയാണ് നേടിയത്, ഇതിനു വേണ്ടുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ഐസക് ചെയ്തത്, ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഐസക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ലെക്ചർ ഇൻ പോളി എല്ലാ ബ്രാഞ്ചസിൻ്റെ എക്സാംസ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാംസും വരാൻ പോകുന്നുണ്ട്. PSc എക്സാം എഴുതുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു സെക്ഷൻ വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐസക്, അപ്പോൾ ആദ്യം തന്നെ ഐസക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഐസക് ഇപ്പം എവിടെയാണ് പഠിച്ചത്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഒന്ന്. എന്റെ പേര് ഐസക് സാബു. ഞാനിപ്പോൾ ബാംഗ്ലൂർ സിനോപ്സിസിൽ സർക്യൂട്ട് ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ബിടെക് ചെയ്തത് ട്രിവാൻഡ്രം CETയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ഓൾമോസ്റ്റ് 2 years കോഗ്നിസന്റ് കൊച്ചിനിൽ വർക്ക് ചെയ്തു. അത് IT റിലേറ്റഡ് ഡൊമൈൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് VLSIയിൽ MTech എടുത്തു. അത് കഴിഞ്ഞാണ് ഞാനിവിടെ സിനോപ്സിസിൽ പ്ലേസ്ഡ് ആയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ അനലോഗ് സർക്യൂട്ട് ഡിസൈൻ ആണ് വർക്ക് ചെയ്യുന്ന ഡൊമൈൻ. അതുപോലെ തന്നെ ഐസക് ഏത് എക്സാമിന് വേണ്ടിയാണ് ആദ്യം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഐസക് നമ്മുടെ ഗേറ്റ് ആണ് ആദ്യം എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ നമ്മുടെ ഗേറ്റ് സ്റ്റുഡൻ്റ് ആണ് ഐസക്. അപ്പം എനിക്ക് തോന്നുന്നു PSCക്കാരിലും മുമ്പ് ഐസക് എഴുതുന്ന എക്സാം ഗേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഏത് എക്സാമിന് വേണ്ടിയാണ് ഐസക് ആദ്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ കോഗ്നിസന്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ലെക്ചർ ഇലക്ട്രോണിക്സിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം എനിക്ക് ടീച്ചിങ് പണ്ട് തൊട്ടേ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരുന്നു. അപ്പം ഞാൻ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ